പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് അതിന്? അമ്മയ്ക്ക് പറ്റൂല. സമാധി ഈ മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പം കൊണ്ടുവരണം. നിങ്ങളാണ് ആണുങ്ങൾ. മരിച്ചു കൊണ്ടുവന്ന നിങ്ങൾ ഞാൻ ആൻസർ പറയാം. 25 വർഷത്തിന് മുമ്പേ മരുത്തുമലയിലും ഓരോരോ ആശ്രമങ്ങളിലും കടന്നിയ ആളാണ്. ഇന്ന് ആദ്യമായിട്ട് എല്ലാവരും ചെന്ന് കോവിലിൽ കുളിച്ച് തൊഴുതിട്ട് വരുമ്പോഴല്ല. ഈ ദിവസം സമാധിയാവുമെന്ന് അമ്മയോട് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ സമാധിയാവും. ഏവർക്കും നമസ്കാരം. आप सबको प्रभु यीशु मसीह के नाम में स्नेह भरा प्रणाम. കഴിഞ്ഞ 15 ദിവസത്തിലധികമായി പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വിഷയമാണ് സമാധി, മഹാസമാധി. पिछले 15 दिनों से भी ज्यादा हो गया एक समाचार जो हमारे माध्यम में फैल रहा था, वो है समाधि और महासमाधि. ആ വിഷയത്തെക്കുറിച്ച് വാർത്തകളും അതിനും വിവിധ മഹാവാർത്തകളും പ്രചരിപ്പിക്കുവാനിടയായി. और उसके उस एक विषय पर बहुत सारे हमने माध्यम जो हैं उनके बारे में कहा गया. ഒരു വ്യക്തിയുടെ മരണവാർത്തയിൽ ഉണ്ടായ ദുരൂഹതകളാണ് ഇതിലെ വിഷയം. एक व्यक्ति का मृत्यु हो गया, लेकिन उनका मृत्यु कैसा हुआ किसी को पता नहीं था और वह न्यूज़ जो है आकर फैल गया. വിശ്വാസയോഗ്യമല്ലാത്ത അന്ധവിശ്വാസങ്ങളാണ് ഇതിനകത്തെ വിഷയം. और इसमें जो बहुत सारे अंधविश्वास की बातें हैं वो भी आए हैं. കാട്ടുതീ പോലെ വലിയ പ്രശ്നമായി ആളിക്കത്തി. और ये जो न्यूज़ है बहुत जगह फैल गए. കേരള പോലീസും നിയമസഭയും എല്ലാം ഇടപെടേണ്ടി വന്നു. केरला पुलिस और हमारा नियम जो है कोर्ट है, इसमें भी उनको मिलके इसमें काम करना पड़ा. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഹൈക്കോടതിയും വരെ ഇതിൽ ഇടപെട്ടു. और हमारे चीफ मिनिस्टर हैं और जो कोर्ट के जो जज हैं उनको भी इसमें शामिल होना पड़ा. ഈ സംസ്കാര വാർത്തയ്ക്ക് ഇതുവരെ പരിസമാപ്തി വന്നിട്ടില്ല. और ये जो हमारा एक बात है जिनका मृत्यु हो गया उनका जो समाधान अभी तक नहीं हो पाया है. കൂട്ടത്തിൽ മതവും വർഗീയതയും ശക്തമായി തലയുയർത്തേണ്ടി വന്നു. और बहुत जगह इसके बारे में लड़ाई झगड़े भी होने लगे. വാർത്താ ചാനലുകളിൽ നിന്ന് വാർത്തകൾ और एक एक माध्यम जो न्यूज सुनाते हैं സാധാരണ മനുഷ്യരെയും ദൈവങ്ങളാക്കി മാറ്റുന്ന രീതിയിലുള്ള വാർത്തയായി മാറി. और एक साधारण एक व्यक्ति को एक परमेश्वर के रूप में उनको मानने लगे. ഇത് ഒരു വിമർശനമായിട്ടല്ല, സത്യാവസ്ഥ പറയാൻ ആരംഭിക്കുക. और मैं प्रभु के वचन के अनुसार कुछ सत्य की बातों को आपसे कहना चाहता हूँ. സാമൂഹ്യ ആനുകാലിക പ്രശ്നങ്ങൾ പലതും ഇങ്ങനെ തുടരുമ്പോൾ हमारे समूह में बहुत सारे विश्वास होते हैं. അത് വിശ്വാസയോഗ്യമായ വിശുദ്ധ ബൈബിൾ എന്ന് മറുപടി പറയുന്നു എന്നതിനെ കുറിച്ച് കൂടെ ഒരു കമ്പയർ സ്റ്റഡിയാണ് ചെയ്യുന്നത്. और हमारा पवित्र वचन क्या कहता है उसके बारे में हम देखेंगे. മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ളതാണ് മരണം. और हम जानते हैं कि जब से मनुष्य पैदा होता है तब से वो मृत्यु उनका होता है. ബൈബിളിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം എന്ന ഒരു പുസ്തകമുണ്ട്. और हमारे वचन में हेब्रानियों का किताब एक वचन है. അതിൽ 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ और हेब्रानियों का वो पुस्तक उसका 9वां अध्याय इस तरह से कहते हैं, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നുവെന്നാണ്. एक बार हर एक मनुष्य का मृत्यु और मृत्यु के बाद न्याय होना जरूरी है. അതിൽ നിന്നും മനസ്സിലാക്കാം മരണം യാദൃച്ഛികമല്ല. और इसलिए हमको समझना जरूरी है कि मृत्यु होना जरूरी है. മരണം പ്രകൃതിയുടെ നിയമമാണ്. मृत्यु जो है एक प्रकृति का नियम है. ദൈവകൽപ്പനയാണ് മരണം. परमेश्वर का एक कल्पना है मृत्यु. മനുഷ്യൻ ത്രിഭാഗ പ്രകൃതിയുള്ളവനാണ്. एक मनुष्य का 3 भाग होते हैं. ദേഹിയും ആത്മാവും ദേഹവും ചേർന്നതാണ് മനുഷ്യൻ. एक उसका मन होता है, एक शरीर होता है और एक आत्मा होता है. ഈ ശരീരം മൺമയമാണ്. हमारा शरीर मिट्टी का बना है. ഇത് മണ്ണിലേക്ക് തിരികെ ചേരുന്നു. एक दिन वो मिट्टी में मिल जाएगा. അതിനെ ആത്മാവിന് നൽകിയ ദൈവത്വങ്ങളിലേക്ക് ദേഹിയും ആത്മാവും കടന്നു പോകുന്നു. और परमेश्वर के उपस्थिति में हमारा मन और आत्मा चला जाएगा. കുറച്ചു കാലം മുമ്പ് कुछ साल पहले ശവപ്പെട്ടിയുടെ പുറത്ത് ഇന്ന് ഞാൻ നാളെ നീ എന്ന ഒരു വാചകം രേഖപ്പെടുത്തുമായിരുന്നു. और जो
जिनका मृत्यु होता था उनको एक पेटी में रखते थे और उस पेटी के ऊपर लिखा रहता था कि आज मैं कल तुम। എന്നാൽ ഇന്ന് മരിക്കുന്ന ഒരു വ്യക്തിയുടെയും ശവപ്പേട് പുറത്ത് ഇങ്ങനെ രേഖപ്പെടുത്തുന്നില്ല. लेकिन आज के दिन में कोई भी उस पेटी के ऊपर इस तरह से नहीं लिखते हैं। അത് മരണത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ടായിരിക്കാം. शायद वो मृत्यु के भय के वजह से हो सकता है। ഭയമുള്ളവരായാലും ധൈര്യശാലിയായാലും ഒരു നാൾ ഈ ലോകം വിട്ടുപോയേ മതിയാകും. और चाहे वो कितना शक्तिशाली हो या फिर कितना कमजोर हो, एक दिन मृत्यु उसके पास आना जरूरी है। നാം മരിച്ചവരെ അടക്കം ചെയ്യുന്നവരും हम सब जिनका मृत्यु हो जाता है उनको गाड़ते हैं മരിക്കാനുള്ളവരുമാണ്. और हम जानते हैं कि एक दिन हमारा भी मृत्यु होगा। എന്നാൽ മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുന്നില്ല. लेकिन मृत्यु से सब कुछ खत्म नहीं हो जाता। മരണാനന്തരം ഒരു ന്യായവിധി ഉണ്ടെന്നും പിന്നെ സ്വർഗമുണ്ടെന്നും ബൈബിൾ പ്രസ്താവിക്കുന്നു. हम जानते हैं कि मृत्यु के बाद एक न्याय होना जरूरी है। ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ हमारे भारत का दूसरा प्रधानमंत्री डॉक्टर राधाकृष्णन 20-ൽ പരം ഡോക്ടറേറ്റുകളും പരമോന്നത ബഹുമതികൾ പലതും പ്രാപിച്ച വ്യക്തിയായിരുന്നു. 20 से भी ज्यादा उन्होंने डॉक्टरेट लिया है और बहुत ही ज्ञानी व्यक्ति थे। മരണാനന്തരം ഒരു മനുഷ്യന് എന്ത് സംഭവിക്കുമോ എന്ന് ക്രിസ്ത്യാനിയുടെ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. और उन्होंने ये कहा कि मृत्यु के बाद मनुष्य का क्या होगा, ऐसा केवल हमारे मसीह वचन में लिखा गया है। മരണാനന്തരം മനുഷ്യാത്മാക്കൾ എവിടെ പോകുന്നു എന്ത് സംഭവിക്കുന്നുവെന്ന് വിശുദ്ധ ബൈബിൾ മാത്രമേ മറുപടി നൽകുന്നുള്ളൂ. हमारा पवित्र वचन ही केवल कहता है कि मृत्यु के बाद मनुष्य का क्या होगा। ഈ ഭൂമിയിൽ മരിക്കുന്ന ചെറിയവർക്കും വലിയവർക്കും ശവസംസ്കാരം ലഭിക്കുന്നു. इस मृत्यु में जिसका भी इस भूमि में जिसका भी मृत्यु होता है उसका शव संस्कार होता है। ചിലപ്പോൾ പലയിടത്തും ആളുകൾ പറയാറുണ്ട് നല്ലൊരു ശവമടക്ക് ലഭിച്ചുവെന്ന്. और कोई कुछ लोग कहते हैं कि बहुत एक अच्छा फ्यूनरल था അത് നല്ല സംസ്കാരമായിരുന്നു എന്ന് പറയാറുണ്ട്. और बहुत एक अच्छा फ्यूनरल था, ऐसे करके बोलते थे। സാമൂഹ്യ നേതാക്കന്മാരുടെ മരണസമയം നൂറുകണക്കിനും ആയിരക്കണക്കിനും ആളുകൾ കൂടുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. और हम जानते हैं अगर कोई महान व्यक्ति का मृत्यु होता है तो उनके साथ बहुत सारे लोग आके उनका बारे में बातें, अच्छी बातों को कहते हैं। കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ നാളുകളിലും മരിച്ചവരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. और प्रभु यीशु मसीह के समय में भी जिनका मृत्यु हो गया उनके बारे में बात होती थी। യേശു ക്രിസ്തുവോട് പറഞ്ഞു യോഗ്യരായവർ മരണാനന്തരം ഉയർത്തെഴുന്നേൽക്കും. और प्रभु यीशु मसीह ये कहते थे कि जो भी योग्य व्यक्ति है एक दिन मृत्यु के बाद वो उठ खड़ा होगा। മനുഷ്യന്റെ സങ്കല്പം പോലെ മനോഹരമായ ഒരു ശവസംസ്കാരം ലഭിച്ചതുകൊണ്ട് ആ ബോഡി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോകണമെന്നില്ല. अगर कोई एक व्यक्ति अच्छा जीवन नहीं बिताता, परमेश्वर की इच्छा के अनुसार नहीं चलता और उसका बहुत ही एक अच्छा अंतिम संस्कार होता है, फिर भी वो अच्छे पुनरुत्थान में नहीं आ सकता। പ്രകൃതി ദുരന്തത്തിൽ കൂടെ കൂട്ടം കൂട്ടമായി മരിക്കുന്നവർ അനേകരാണ്. हम जानते हैं कि जब भी बाढ़ तूफान आते हैं उसमें बहुत जनों का मृत्यु होता है। COVID-19 പോലുള്ള മാരക രോഗങ്ങൾ കൂടെ മരിക്കുന്നവരും അനേക ലക്ഷങ്ങളാണ്. कोविड जैसे महामारी जब फैलते हैं तो लाखों लोगों का मृत्यु हो जाता है। കൂട്ടം കൂട്ടമായി ബന്ധുജനങ്ങൾ ആരുമില്ലാതെ തന്നെ കൂട്ടം കൂട്ടമായി കുഴിയിൽ ഇട്ട് മണ്ണ് മൂടുകയും ദഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. और जानते हैं कि उस समय में बहुत सारे लोगों का शव संस्कार बहुत ही जल्दी से सबको एक साथ आग में डाल देते थे या फिर गाड़ दिए जाते थे। ബൈബിൾ പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ഉണ്ടെന്ന്. और हम वचन कहता है कि एक बार मृत्यु होता है उसके बाद न्याय होना जरूरी है। മനുഷ്യ സങ്കല്പങ്ങൾ കൂടെയുള്ള നല്ലൊരു ശവസംസ്കാരമല്ല അവിടെ ലഭിക്കുന്നത്. और वहां पे एक अच्छा अंतिम संस्कार का जरूरत नहीं है। എന്നാൽ ഈ ഭാവി നാളുകളിൽ അന്തിമ ദിനങ്ങളിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ബൈബിൾ പറയുന്നു. लेकिन एक अच्छा अंतिम संस्कार के ज्यादा जरूरी है कि हमारा जीवन के बाद, मृत्यु के बाद हमारा क्या होगा। നന്മ ചെയ്ത വിശുദ്ധന്മാർ അത് നീതിയോടുകൂടി പ്രതിഫലം ലഭിക്കുവാനും
അല്ലാത്തവർക്ക് നാശകരമായിട്ടുള്ള നരകത്തിന് വേണ്ടിയുള്ള വിധിക്കുമായിട്ടാണ് ഉയർത്തി നിൽക്കുന്നത്. और जो व्यक्ति परमेश्वर का इच्छा को पूरा करता है वो स्वर्ग की ओर जाता है, और जो गलत काम करते हैं, झूठे काम करते हैं, वो नरक की ओर जाते हैं। മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു, ഏത് ശരീരത്തോടു കൂടെ പുറത്തു വരുന്നു എന്നും മനുഷ്യൻ ചോദിക്കുക. और जब मृत्यु के बाद कैसे वो जीव उठते हैं, उनका शरीर कैसा होता है, ऐसे भी लोग पूछते हैं। പ്രിയമുള്ളവരെ, അതിന് ശരിക്കുമുള്ള മറുപടി യെശയ്യാപ്രവചനം 26-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. और उसका जवाब यशायाह का 26 अध्याय में लिखा गया है। 26-19 വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. और उसका 19 वाक्य में इस तरह से लिखा गया है, ഭൂമി മൃതന്മാരെ പുനരുത്ഥാനം ചെയ്യിക്കുമെന്ന. और हमारा जो पृथ्वी है जीवित मृतक लोगों को वो पुनरुत्थान करेगा। മരിച്ച് മൺമറഞ്ഞു പോയ ഏത് മനുഷ്യന്റെയും ശരീരങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സമയമുണ്ട്. और जो भी मनुष्य का मृत्यु हो गया, एक दिन वो अब मिट्टी में से जी उठेगा। ദ്രവത്വം കൊണ്ട് വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ആ പൂഴിയിൽ നിന്നും തേജസ്സുള്ള ശരീരത്തോടുകൂടെ പുറത്തു വരും. और जो मिट्टी में दफनाए गए थे वो मृतक लोग एक दिन उठ खड़े हो जाएंगे। അവർ ഈ ജീവിതകാലം മുഴുവനും പ്രവർത്തിച്ചതിന് തക്കതായ പ്രതിഫലം വാങ്ങി സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. और उन्होंने अपने जीवित काल में जो जो अच्छे काम किए वो सब का पुरस्कार प्राप्त करके स्वर्ग में जाएंगे। പിന്നെ കുറെ കൂടെ കഴിയുമ്പോൾ और कुछ दिन के बाद ഈ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്ന സകല പാപികളുടെയും ദുഷ്ടന്മാരുടെയും ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടാകും. और जो भी दुष्ट लोगों का मृत्यु हो जा गया है उनका भी पुनरुत्थान होगा। ഈ ഭൂമിയിലെ ഓരോ രാജ്യത്തിലെ സുപ്രീം കോടതി എന്നതുപോലെ और जिस तरह हर एक राज्य का सुप्रीम कोर्ट होता है, സകല മാനവരാശിയും ന്യായം വിധിക്കുന്ന ഒരു സുപ്രീം കോടതിയുണ്ട്. और सारे मानव राशि का न्याय करने के लिए एक सुप्रीम कोर्ट होगा। അത് ബൈബിൾ പറയുന്ന വെള്ള സിംഹാസനത്തിലെ ന്യായവിധിയാണ്. और वो वचन कहने वाला एक सफेद सिंहासन होगा। അത് അന്ത്യവിധിക്കായിട്ടുള്ളതായ കോടതിയാണ്. और वो आखिरी में होने वाला एक कोर्ट रहेगा। ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെ സൃഷ്ടിച്ചവനായ മഹാദൈവം ये सारे पृथ्वी और संसार को बनाने वाला हमारा परमेश्वर സകല മനുഷ്യരെയും തന്റെ നിയമപ്രകാരം ന്യായം വിധിക്കുന്ന ന്യായവിധി. सारे मनुष्य को अपने न्याय पुस्तक के अनुसार न्याय करेगा। പാപത്തിന്റെ ആദ്യ വ്യക്തിയായി ലോകം അറിയുന്നത് ലൂസിഫർ എന്ന് പറയുന്ന ഒരു സാത്താൻ ശക്തിയാണ്. और हम जानते हैं कि सबसे पहला पापी वो है लूसीफर, जो परमेश्वर की उपस्थिति में पाप किया। അവനോടൊപ്പം ദുരാത്മാവ് വ്യാപരിച്ചതായ പാപികളായ മനുഷ്യർ ഈ വെള്ള സിംഹാസന അടുക്കിലേക്ക് വരും. और उनके साथ में बहुत सारे दुरात्मा दुष्ट आत्माएं उनके साथ में वहां स्वर्ग से निकाल दिए गए। അവിടെ ഒരു നിയമപുസ്തകം തുറക്കും. वहां पर वो नियम का पुस्तक को खोला जाएगा। അത് വിശുദ്ധ ബൈബിളാണ്. वो हमारा पवित्र वचन रहेगा। ഓരോരുത്തരുടെ പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർമ്മയുടെ പുസ്തകം അവിടെയുണ്ട്. और एक एक के बारे में लिखा गया, इनका एक यादगार वाला एक पुस्तक होगा। യേശുക്രിസ്തുവിന്റെ ജീവപുസ്തകം എന്ന ഒരു പുസ്തകവുമുണ്ട്. और प्रभु यीशु मसीह का जीवन का पुस्तक करके एक पुस्तक रहेगा। ജീവിച്ചിരുന്ന ഈ ഭൂമിയിലെ അവരുടെ കാലയളവിൽ और हम जितने दिन इस भूमि में जीवित हैं, മാനവരാശിയുടെ രക്ഷകനായി വെളിപ്പെട്ട യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനായി അംഗീകരിച്ചവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ കാണാം. और जो जो व्यक्ति हमारे प्रभु यीशु मसीह को अपने दिल में स्वीकार किए हैं उनका नाम उस पुस्तक में रहेगा। കർത്താവ് യേശുവിനെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തു. और परमेश्वर पिता ने जो जो उनके पुत्र यीशु मसीह पर विश्वास करते हैं उनको पूरे रक्षा का प्राप्त होगा। ഈ കാലഘട്ടം സുപ്രസാദ കാലമാണ്, രക്ഷാദിവസമാണ്. और हम जानते हैं कि ये युग है, एक कृपा का युग है। ഈ സമയം കർത്താവ് യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെ കർത്താവ് ദൈവമായി അംഗീകരിച്ചവരുടെ പേരുകൾ മാത്രമേ ജീവോത്സവത്തിൽ കാണുകയുള്ളൂ. हमें याद रखना जरूरी है कि जो जो अपने जीवन में प्रभु यीशु मसीह को अंगीकार किए हैं केवल उनका नाम जीवन के पुस्तक में रहेगा। പഞ്ചായത്തുകളായാലും മുനിസിപ്പാലിറ്റികളായാലും അതാത് സ്ഥലത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ബർത്ത് രേഖപ്പെടുത്തുന്നതായ രജിസ്റ്റർ ബുക്ക് ഉണ്ട്. हम जानते हैं कि कोई भी पंचायत या म्युनिसिपैलिटी हो, उनके रजिस्टर में जो भी जिनका भी जन्म होता है उनका जन्म का तिथि उसमें लिखा गया होता है। അതേപോലെ
ജീവിതത്തിന്റെ നല്ല അറിവുള്ള ഓർമ്മയുടെ കാലഘട്ടത്തിൽ യേശുവിനെ അംഗീകരിച്ച പേർ മാത്രമേ ജീവപുസ്തകത്തിൽ കാണുകയുള്ളൂ. और ये भी याद रखना जरूरी है, जिन्होंने भी प्रभु यीशु मसीह को अपने जीवन में अंगीकार किया है, केवल उनका ही नाम जीवन के पुस्तक में रहेगा. ഈ ഭൂമിയിലെ മനുഷ്യൻ ഏത് നിലയിൽ മരണപ്പെട്ടാലും, और इस भूमि में मनुष्य का कैसे भी मृत्यु हो जाता है, സാധാരണ രീതിയിൽ അടക്കപ്പെട്ടാലും, साधारण रूप से भी उनका अगर शव संस्कार होता है, ശ്മശാനത്തിൽ ദഹിപ്പിച്ചാലും, अगर उनको आग से जला दिया जाता है, ഇരുത്തി അടക്കിയാലും, മലർത്തിക്കിടത്തി അടക്കിയാലും, अगर उनको बैठा करके उनका अंतिम संस्कार करे या फिर सुला करके अंतिम संस्कार करे, അത് സമാധിയെന്നോ മഹാസമാധിയെന്നോ പേര് പറഞ്ഞാലും, आप उनको समाधि कह सकते हैं या महासमाधि भी कह सकते हैं. ഏതൊരു വ്യക്തിയും മരണാനന്തരം ആ ശരീരത്തിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. और चाहे कोई जिसका भी मृत्यु हो जाता है, एक दिन उनको जीवित होना जरूरी है और न्याय का सामना करना जरूरी है. യേശു ക്രിസ്തുവിനെ കൂടെ അല്ലാതെയുള്ള ജീവിതത്തിൽ അവസാനിച്ച വ്യക്തികൾ തീയും ഗന്ധവും കത്തുന്ന തീപ്പയിലേക്ക് മാറ്റപ്പെടും. और प्रभु यीशु मसीह के बिना जो भी व्यक्ति जीवन जीता है, एक दिन वो नरक की ओर भेज दिया जाएगा. അതേ പ്രിയമുള്ളവരെ, മരണാനന്തരം ഒരു നിത്യജീവനുണ്ട്. इसलिए मेरे प्रेमी जन, मृत्यु के बाद एक जीवन है. മരണം അല്ലെങ്കിൽ രണ്ടാം മരണം എന്ന് രണ്ട് പ്രയോഗമുണ്ട്. दूसरा मृत्यु ऐसा करके दूसरा एक वचन भी है. ഈ ഭൗമശരീരം ജീവിച്ചു കഴിയുമ്പോൾ ഒരു നാൾ മരിക്കും. और जितने दिन हम इस दुनिया में रहते हैं, एक दिन हमारा मृत्यु जरूर होगा അത് മണ്ണിലേക്ക് സംസ്കരിക്കും. और हम मिट्टी में मिल जाएंगे. രണ്ടാം മരണം എന്ന് പറയുന്നത് ആ ബോഡിയിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള മരണമാണ്. और दूसरा मृत्यु जो है, इस मृत शरीर में से निकल के आने के बाद दूसरा एक मृत्यु. അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലാണ് और उसके വിശദീകരിച്ചിരിക്കുന്നത്. बारे में प्रकाशित वाक्य के 20वां अध्याय में बताया गया है. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്യിൽ തള്ളിയിടും. और जिसका भी नाम जीवन के पुस्तक में नहीं है, उनको ये आग के झील में डाल दिया जाएगा. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ എന്ന് പറയുന്നവരുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് രണ്ടാം മരണം. और जिसका भी नाम नहीं है जीवन के पुस्तक में, उनका दूसरा मृत्यु होगा और वो है आग की झील. നിത്യ നരകാഗ്നിയിലേക്ക് അവർ കടന്നു പോകേണ്ടി വരും. और वे अनंत काल तक वो नरक में रहेंगे. അത് ബൈബിൾ പറയുന്നു, പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി എന്നാണ്. और ये वचन कहता है कि ये हमारे लिए नहीं, पिशाच और उसके दूत गणों के लिए बनाया गया है. അവിടെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിപദേശം പറയുവാനുണ്ട്. इसीलिए मुझे एक बात आपसे कहनी है. ഒരു മനുഷ്യനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കണം എന്നാണ് ദൈവഹിഷ്ടം. और कोई भी एक भी व्यक्ति नष्ट ना हो, सब स्वर्ग में आए, ऐसा परमेश्वर चाहते हैं. അതിനുള്ള ഏക മാർഗം കർത്താവ് യേശുവാണ്. और उसका एक ही मार्ग है, वो है प्रभु यीशु मसीह. കർത്താവ് യേശു വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ प्रभु പ്രാപിക്കും. यीशु मसीह पर विश्वास करो और तुम और तुम्हारा परिवार रक्षा प्राप्त करेगा. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर आप सबको आशीष दे. ആമേൻ. जय मसीह.